ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 2013 ആ വിശുദ്ധ ഗേഹത്തിലെ രണ്ടാം കുഴൽ പുറത്തുവിട്ട വെളുത്ത പുക ലോകത്തെ തന്നെ വലിയ മാറ്റത്തിൻ്റെ സന്ദേശങ്ങൾക്കുള്ള നിദാനമായിരുന്നു. ലോകത്തെ 100 കോടിയിലധികം വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ പരമാധ്യക്ഷനായിക്കൊണ്ട് തന്നെ മനുഷ്യകുലത്തിൻ്റെ പുരോഗതിക്ക് ചാലകശക്തിയാകാൻ മറക്കാതെ അടരാടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയെ പുതിയ തലങ്ങളിലേക്കുയർത്തി. അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ ആധികളെ ഏറ്റെടുത്ത് ഭരണകൂടങ്ങളോട് സംവദിച്ചു. ഫ്രത്തേത്തി തൂത്തി, ഏവരും സഹോദരർ എന്ന് വത്തിക്കാനിലെ ചത്തുരത്തിൽ പറഞ്ഞു നിർത്താതെ ലോകത്താകെ പായിച്ചു. നാരായണ ഗുരുവിൻ്റെ ദൈവദശകം ലാറ്റിൻ ഭാഷയിൽ ചൊല്ലി മതാതീത ആത്മീയതയെ ലോകത്തിന് പരിചയപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. അടിമുടി ക്രിസ്തുവും മാനവകുലത്തിൻ്റെ പുരോഗതിയും ഉൾച്ചേർന്നവൻ്റെ വിട, അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നന്മയെ ദരിദ്രമാക്കുമെന്നുറപ്പ്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം അതെങ്ങനെയാണ് ലോകത്തിനെ ദരിദ്രമാക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ, ഒപ്പം സ്വാമി സന്ദീപാനന്ദഗിരി, ഒപ്പം അൽമായരുടെ നേതാവ് ഷൈജു ആൻ്റണി, ഒപ്പം സംഗീതജ്ഞൻ മനോജ് ജോർജ്, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ് എന്നിവരാണ് നമ്മുടെ ചർച്ചകളെ സമ്പന്നമാക്കുന്നത്. ആദ്യം മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയിലേക്ക്. ശ്രീ കാതോലിക്ക ബാവ, മഹാനായ പോപ്പ് അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്താകെ വെളിച്ചം വീശിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെയാണ് ലോകം ഓരോ നിമിഷവും അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഉയിർപ്പിൻ്റെ ദിനത്തിലും അദ്ദേഹം നൽകിയ സന്ദേശം ലോകത്തെ ഭരണകൂടത്തെ, ദുഷ്ടലബ്ധിയിൽ നിൽക്കുന്ന ഭരണകൂടത്തെ എതിർത്ത് പോരാടുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ തളർന്ന് വീഴുന്ന മനുഷ്യർക്ക് യുദ്ധഭൂമിക്ക് തണലേകാൻ അദ്ദേഹം നടത്തിയ ആഹ്വാനമാണ് ഗാസയെ സംബന്ധിച്ച്. അങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം അങ്ങനെയാണ് അടയാളപ്പെടുത്തി മുമ്പോട്ട് പോയത്. അദ്ദേഹം പോയി. ഇനി ഏതർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഓർക്കേണ്ടത്? താങ്കളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഉൾച്ചേർത്ത് ശ്രീ ബസേലിയോസ് കാതോലിക്ക ബാവ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ പരമാധ്യക്ഷനായി ശുശ്രൂഷ ചെയ്തപ്പോഴും ലോക മനസാക്ഷി രൂപീകരണത്തിനും മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവായ കൂടിവരവിനും അതുല്യമായ നേതൃത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകി വന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലുമെല്ലാം വ്യത്യസ്തമാകുന്നത് മാർപ്പാപ്പ വെച്ചു പുലർത്തിയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാനവികതയുടെ ഒരു പുതിയ കാഴ്ചപ്പാട് അതിഭദ്രമായ ഒരു അടിത്തറയോടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും കണ്ടിരുന്നത്. മനുഷ്യരെ കരുതുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ അടിത്തറയും അതിൻ്റെ പ്രായോഗികമായ ആവിഷ്കാരവും സഭാ സമൂഹത്തിൽ പച്ചയായ യാഥാർത്ഥ്യമായി വളരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി നേതൃത്വം നൽകി ഒട്ടേറെ മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രകാശം പരത്തുകയും ചെയ്തു. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഒരു മനസാക്ഷി രൂപീകരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിട്ടുള്ള നിലപാടുകൾ ഹൃദ്യവും ഏറ്റവും പ്രചോദനാത്മകവുമായിരുന്നു. അഭയാർത്ഥികളുടെ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു കരുതലും ഒരു കാരുണ്യവും അത് ലോകത്തിൻ്റെ മനസാക്ഷിയെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും വസ്തുക്കളും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന സകലതും അന്യാധീനമായി പോയ ഒരു സമൂഹമായി അഭയാർത്ഥികളുടെ കൂട്ടത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ ഈ അഭയാർത്ഥികളോട് പ്രത്യേക വാത്സല്യം കാട്ടിയിരുന്നത്. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ന് ചെന്നാൽ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത്
കപ്പൽ നിറയെ അഭയാർത്ഥികൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വലിയ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പ്രകടമാക്കുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആരുമില്ലാത്തവരോടുള്ള വാത്സല്യവും സ്നേഹവും. ലോകത്തിൻ്റെ ഒന്നാം രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികളോട്, കുടിയേറ്റ ജനതയോട് നിങ്ങൾ നീതി പുലർത്തണം, കാരുണ്യം കാട്ടണം എന്ന് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ചുരുക്കം ലോക നേതാക്കളിൽ ഒന്നാമത് നിൽക്കുന്നയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അമേരിക്കൻ പ്രസിഡന്റിനോടും ലോകരാജ്യങ്ങളിലെ മറ്റ് നേതാക്കന്മാരോടും അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും വിഷയം ഒരു വീട്ടുകാര്യം എന്നതുപോലെ തന്നെ സംസാരിച്ചിട്ടുള്ള മാർപ്പാപ്പയാണ്. ഒരു വലിയ ശൂന്യത അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുകൂടി നമുക്ക് അനുഭവപ്പെടുന്നത് പ്രത്യാശ തന്ന് നമ്മെ ബലപ്പെടുത്തിയിരുന്ന ഒരാൾ കൂടെയില്ലല്ലോ എന്ന ഒരു തിരിച്ചറിവിലാണ്. എങ്കിലും ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയ ഈ സമാനതകളില്ലാത്ത മാനവികത, ദൈവബന്ധത്തിൻ്റെ മനുഷ്യ രൂപത്തോടടുത്തു നിൽക്കുവാനുള്ള പ്രതിബദ്ധത, അത് വരും കാലങ്ങളിൽ സജീവമായ സ്വീകാര്യതയ്ക്ക്, സ്വാംശീകരണത്തിന് വഴിയൊരുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരള കത്തോലിക്ക സഭയുടെ KCBCയുടെ അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിക്കും. തീർച്ചയായും ശ്രീ മാർ ബസേലിയോസ് കത്തോലിക്ക ബാവ. എന്തായാലും ഷൈജു ആൻ്റണി, ഇവിടെ ബസേലിയോസ് പിതാവ് പറഞ്ഞതുപോലെ കാതോലിക്ക ബാവ, ബഹുമാന്യനായ കാതോലിക്ക ബാവ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയ അദ്ദേഹം വളരെ കരുത്തനായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു വിഷയം എന്ന നിലയിൽ, വിവാദങ്ങൾക്കല്ല, കേരളത്തിൻ്റെ ഒരു വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. ഇപ്പോൾ ജനാഭിമുഖമായ കുർബാന, അൾത്താരാഭിമുഖ കുർബാന, ഈ തർക്കത്തിൽ കാനോൺ നിയമത്തിൽ അധിഷ്ഠിതമായ ചില ഭൂപ്രശ്നങ്ങളെ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാനോൺ നിയമങ്ങൾ അധിഷ്ഠിതമായി നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ മാർപ്പാപ്പയുടെ കാലത്താണ്. എങ്ങനെയായിരുന്നു അദ്ദേഹം അതിൽ വ്യതിരിക്തമായി ഇടപെട്ടത്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് എന്താണ് സുവിശേഷം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു ജ്ഞാനിയായ ഒരു പുരോഹിതനാണ്. തീർച്ചയായും ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം വളരെ വ്യക്തമായി, അതായത് സുവിശേഷത്തിലൊരു വാചകമുണ്ട്, പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ പൊതു നന്മ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. കാരണം സീറോ മലബാർ സഭ ഒരു സൂയിയൂർ ചർച്ചാണ്. അപ്പോൾ അതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇടപെടാവുന്നതിൻ്റെ പരിധികളുണ്ടായിരുന്നു. എന്നാൽ ആ പരിധികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ധീരമായ ചില തീരുമാനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു എന്ന് പറയാതിരിക്കാനാവില്ല. 2 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരെ പിൻവലിച്ചു, ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ പിൻവലിച്ചു. ഇതെല്ലാം സംഭവിച്ചത് സിനഡാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സിനഡിന് ശേഷമാണ്. എന്താണ് സിനഡാലിറ്റി പറഞ്ഞതെന്നറിയാം? 2ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ്, ദൈവജനത്തെ അങ്ങനെയാണ് വിളിച്ചത്. എന്നാൽ മാർപ്പാപ്പ അതിനെ കുറേ കൂടി വിശദമായിട്ട് ഹോളി പീപ്പിൾ ഓഫ് ഗോഡ് ഈസ് ദ ചർച്ച് എന്ന് പറഞ്ഞു. വിശുദ്ധരായ ദൈവജനമാണ് സഭ എന്ന് പഠിപ്പിച്ച ഒരു സിനഡാലിറ്റി ഉണ്ടായിരുന്നു. ദൈവജനത്തിന് വേണ്ടി അതിശക്തമായ ഒത്തിരിയേറെ നിലപാടുകൾ ഈ സിനഡാലിറ്റിയുടെ ഫൈനൽ ഡോക്യുമെൻറ്റിലുണ്ട്. ആ ഡോക്യുമെൻ്റ് വായിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും.
അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചില കാര്യങ്ങളിൽ പറഞ്ഞ ഒരു വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ ഒരു പക്ഷേ ഞങ്ങളുടെ പല ബിഷപ്പുമാർക്ക് പോലും മനസ്സിലായില്ല അന്നത്തെ കാലത്ത്. 2021 ഈ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുർബാന പ്രശ്നത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ട് മാർപ്പാപ്പ എഴുതിയ കത്തിനകത്ത് 2 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് വാക്കിംഗ് ടുഗദർ വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ്. രണ്ടാമത്തത് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്നാണ്. ഈ ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറയുന്ന വാചകം എടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചാക്രിക ലേഖനമായ ഇവാഞ്ചലം ഗോഡിയം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ നിന്നാണ് എടുത്തത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിരുന്നു മാർപ്പാപ്പ പറയുന്നത് ഞങ്ങളോടാണ്. എന്താണ് ഞങ്ങളോട് പറയുന്നത്? നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്നാൽ ടൈം ഈസ് ഗ്രേറ്റർ, അതുകൊണ്ട് ആ സമയം നിങ്ങൾക്ക് അത് നേടിത്തരും എന്ന ഒരു ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ബിഷപ്പുമാരത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അവരെ കുറ്റപ്പെടുത്താനാണല്ല ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പ പറഞ്ഞ പല വാചകങ്ങളുടെയും പൊരുളെന്താണെന്ന് പലപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. മാർപ്പാപ്പയുടെ ഒരു വാചകം ഒരിക്കൽ നിരന്തരം എപ്പോഴും വത്തിക്കാൻ ന്യൂസ് ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരാളായതുകൊണ്ട് മാർപ്പാപ്പയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതിനകത്ത് മാർപ്പാപ്പ ഇങ്ങനെ പറയുകയാണ്, ഞാൻ പറയുന്നത് കമ്മ്യൂണിസമല്ല സുവിശേഷമാണ്. മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ പറയുന്നത് കമ്മ്യൂണിസമല്ല സുവിശേഷമാണ്. എന്താണ് മാർപ്പാപ്പ അത് പറയാനുള്ള കാരണമെന്നറിയാം? മാർപ്പാപ്പ അമേരിക്കയിലെ പോലത്തെ സമഗ്രാധിപത്യ മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ എക്കണോമിയാണെന്നും അത്തരമൊരു എക്കണോമി ജനത്തെ നശിപ്പിക്കും, പൊതുസമൂഹത്തെ നശിപ്പിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ തൊട്ടുപുറകെ മാർപ്പാപ്പ പറഞ്ഞു, ദർ ഷുഡ് ബി എ യൂണിവേഴ്സൽ ബേസിക് ഇൻകം. നോക്കൂ, ആഗോള മിനിമം വേതനം ഉണ്ടാകണം എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന് വേണ്ടി. ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഈ യാഥാസ്ഥിതികരായ കുറേ ആളുകൾ പറഞ്ഞു, നോക്കൂ ഈ മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. മാർപ്പാപ്പ പറയാം, ഞാൻ പറയുന്നത് കമ്മ്യൂണിസം അല്ല, ഞാൻ പറയുന്നത് സുവിശേഷമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ ജനം നോക്കുമ്പോൾ കാണുന്നത് ചൈനയിൽ ഏകദേശം ഒരു 6ഓളം ബിഷപ്പുമാരെ ചൈന ഗവൺമെൻറ് മാർപ്പാപ്പയുടെ അനുമതി ഇല്ലാതെ ബിഷപ്പുമാരെ വാഴിച്ചു. പിന്നീട് കാണുന്നത് മാർപ്പാപ്പ ആ ബിഷപ്പുമാരെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വാദം ഒന്നുകൂടി ശക്തിപ്പെട്ടു. മാർപ്പാപ്പതെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ മാർപ്പാപ്പ എല്ലാ സമയത്തും പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത്, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ ഓരോ ലേഖനങ്ങളും ഇറക്കിയിരുന്നത് എന്ന സത്യം പലരും വൈകിയാണ് മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, ലൗദാത്തെ സി. എൻ്റെ പൊതു കുടുംബത്തിന് വേണ്ടി, പൊതുവായ കുടുംബത്തിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മാർപ്പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനം ലോകമെമ്പാടുമുള്ള മുഴുവൻ രാജ്യങ്ങളും ചർച്ച ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് അതിനെ തുടർന്ന് അതിശക്തമായ പല നിലപാടുകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അത്ര കൃത്യമായി ലോകമെന്ന് പറയുന്നത് നമ്മുടെ പൊതുഭവനമാണ് എന്ന് കാണത്തക്ക രീതിയിൽ പുറത്തേക്ക് പറയാനുള്ള ഒരു കപ്പാസിറ്റി മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതു നന്മ എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. മാർപ്പാപ്പ ഇടപെട്ട ഓരോ വിഷയങ്ങളും എടുക്കുക. ഏത് വിഷയത്തിലാണ് മാർപ്പാപ്പ ഇടപെടാത്തത്? എക്കണോമിയിൽ മാർപ്പാപ്പ ഇടപെട്ടു. അബോർഷൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് മാർപ്പാപ്പ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അബോർഷൻ നടത്തരുത് എന്നുള്ള കത്തോലിക്ക സഭയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്നാൽ ഒരിക്കൽ അബോർഷൻ നടത്തിയ അമ്മമാർക്ക് പാപമോചനം കൊടുക്കാനുള്ള അധികാരം ബിഷപ്പുമാർക്ക് മാത്രമല്ല വൈദികർക്ക് കൂടി കൊടുത്തുകൊണ്ട് മാർപ്പാപ്പ ഉത്തരവായി. അതേപോലെ LGBTQ കാറ്റഗറിയിലുള്ളവരെ മാർപ്പാപ്പ ചോദിച്ചത്, ഞാൻ ആരാണ് അവരെ വിധിക്കാൻ എന്നാണ്. അവർ ദൈവത്തിൻ്റെ സന്താനങ്ങളല്ലേ, ഞാൻ ആരാണ് അവരെ വിധിക്കാൻ? അങ്ങനെ ഓരോ രംഗത്തും എവിടെയൊക്കെയാണോ, ഗാസയിൽ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി,
ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലെ 21 ക്രിസ്ത്യാനികളെ IS തീവ്രവാദികൾ കഴുത്തറത്ത് കൊന്നതിൻ്റെ ചിത്രങ്ങൾ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കോപ്റ്റിക് സഭയിലേക്ക് മാർപ്പാപ്പ യാത്ര നടത്തി. മാർപ്പാപ്പ യാത്ര നടത്താൻ പോകുന്നതിന് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ ബസിലിക്കയിൽ ഒരു മനുഷ്യ ബോംബ് വന്ന് പൊട്ടിച്ചതറി. ആ ബസിലിക്ക ആകെ ചിന്നിച്ചതറി. IS തീവ്രവാദികൾ നടത്തിയ തീവ്രവാദ ആക്രമണമാണ്. മാർപ്പാപ്പയുടെ വരവ് തടയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്താ സംഭവിച്ചതെന്നറിയോ? മാർപ്പാപ്പ പറഞ്ഞു, ഒരു തീവ്രവാദി ആക്രമണം മൂലം ഞാൻ അവിടെ പോകാതിരുന്നാൽ അതവർക്ക് ബലമേകും, അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ചു. എന്ന് മാത്രമല്ല, മാർപ്പാപ്പ ഈജിപ്തിലെ അൽ അസർ ഇമാമിനെ കണ്ട് ഇമാമുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അവിടെ IS ആക്രമണം നടക്കുന്ന സമയത്ത് തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തീവ്രവാദികളെ നിശിതമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും കൊലപാതകത്തെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു സമാധാന ഉടമ്പടി കെയ്റോയിൽ വെച്ച് ഒപ്പിടാൻ സാധിച്ചു. അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അറബ് രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആണ് മാർപ്പാപ്പ എന്നുള്ള നിലയിൽ കടന്നു ചെല്ലുന്നത്. മാർപ്പാപ്പ അതിനുശേഷം എഴുതിയ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ ആമുഖത്തിൽ എന്നെ ഈ ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ചത് അറബ് രാജ്യത്തെ തലവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരടക്കം ആ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ IS തീവ്രവാദികൾ ആക്രമണം നടത്തിയ സ്ഥലം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് മാർപ്പാപ്പ ആ സ്ഥലം പോയി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഓരോ ചെയ്തികളും നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. തീർച്ചയായും. മാർപ്പാപ്പയ്ക്കെതിരെ വലിയൊരു ആരോപണം ഉയർന്നു. വലിയൊരു ആരോപണം ചിലിയിലുള്ള ഒരു വിഷയം കൂടി പറഞ്ഞേക്കട്ടെ. ചിലിയിലുള്ള ഒരു ബിഷപ്പിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ മാർപ്പാപ്പ ഈ ബിഷപ്പിനൊപ്പം ചേർന്നു എന്ന് പറഞ്ഞ് മാർപ്പാപ്പയ്ക്കെതിരെ ഒരു വലിയ ആരോപണമുണ്ടായി. ആ ആരോപണമുണ്ടായി എന്നറിഞ്ഞപ്പോൾ മാർപ്പാപ്പ ചെയ്തത് ചിലിയിൽ പോയി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയാണ്. അങ്ങനെ കമ്മീഷനെ വെച്ചു. മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി. മാർപ്പാപ്പ പരസ്യമായി മാപ്പ് പറഞ്ഞു, ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി. ആ വിക്ടിമിനെ വിളിച്ചു വരുത്തി മാപ്പ് ചോദിച്ചു. എന്ന് മാത്രമല്ല, ചിലിയിലെ മുഴുവൻ ബിഷപ്പിനെ ചിലിയിലെ ബിഷപ്സ് കോൺഫറൻസിനെ വിളിച്ച് ആ കോൺഫറൻസിലുള്ള മുഴുവൻ ആളുകളും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഒരിക്കലും കത്തോലിക്ക സഭയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിനൂതനമായ സമീപനങ്ങൾ, നിശിതമായ സമീപനങ്ങൾ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാർപ്പാപ്പ എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ നഷ്ടമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ, തീർച്ചയായും മാനവകുലത്തിൻ്റെ തന്നെ നഷ്ടമാണ്. തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. എല്ലാ വിഷയങ്ങളും ഷൈജു ആൻ്റണി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശ്രീ സന്ദീപാനന്ദഗിരി സ്വാമി, നോക്കൂ, ഈ കത്തോലിക്ക സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കണിശതയുടെയും കർക്കശത്തിൻ്റെയും ഒക്കെ നാളുകൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അനുനിമിഷം മാറാനും മാറി ചിന്തിക്കാനും പുരോഗതിയിലേക്ക് പോകാനുമുള്ള ഒരു പരിണാമത്തിൻ്റെ വലിയ വാതിൽ എപ്പോഴും കത്തോലിക്ക സഭയിൽ സാധ്യതയായുണ്ട്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ചത് മാതൃകയാണ്. അവിടെ മനുഷ്യപക്ഷത്തിൻ്റെ പുരോഗതിയിലേക്ക് കൃത്യമായി നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്. ഇവിടെ ഷൈജു ആൻ്റണി പറഞ്ഞ ഓരോ വിഷയങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹം വ്യതിരിക്തമായൊരു ഹൃദയപക്ഷ മനുഷ്യപക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. മതവും അതിൻ്റെ വേലിക്കെട്ടിൻ്റെ സങ്കുചിതയുമല്ല, അതിനതീതമായ ഒരു ആത്മീയതയുടെ വശത്തെയാണ് ലോകത്തെ അദ്ദേഹം പരിചയപ്പെടുത്തിയത്, അല്ലേ സ്വാമി സന്ദീപാനന്ദഗിരി? രേഖപ്പെടുത്തുന്നു. നമുക്ക് തോന്നുന്നത് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ, കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇതുവരെ ആരും പറയാത്ത, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാ. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പടിയല്ല, എത്ര പടി എന്ന് എണ്ണാൻ പറ്റാത്തത്ര പടി കടന്നു പറഞ്ഞു. മനുഷ്യൻ നന്നാവാൻ മതം ആവശ്യമില്ല എന്നുള്ളത്, അല്ലേ? അപ്പോ
അത് വല്ലാത്തൊരു പറച്ചിലാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നത് ഇതൊരു കത്തോലിക്ക സഭയുടെ നേതാവ് എന്നതല്ല. വാസ്തവത്തില് ഇന്ന് ലോകത്തിന്റെ ഒരു നേതാവായിട്ടാണ്. നേരത്തെ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടപെടാത്തത്, സംസാരിക്കാത്തത്? ആമസോൺ കാടുകൾ കത്തിയെരിയുന്ന സമയത്ത്, ഈവൻ നമ്മുടെ കേരളത്തെ സഹായിക്കണം, അവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നതും, കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞത്, എന്തൊക്കെ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ. ഈവൻ റിപ്പബ്ലിക്കൻസ് ഒരു റിപ്പബ്ലിക്കനായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുക എന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. നമ്മൾ അവിടെ ഉള്ള സമയത്തായിരുന്നു അത്. അപ്പോ ഈവൻ ഡെമോക്രാറ്റ്സിനൊക്കെ ആനന്ദമായിരുന്നു അത്. അതൊരു വല്ലാത്ത ഒന്നാണ്. അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയത്തില്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥി വിഷയത്തില്, എല്ലാറ്റിലും കണിശവും അതേസമയം ക്രിസ്തുദേവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ട്രംപ് രണ്ടുപേരെയാ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞത്. ഒന്ന് കമലാ ഹാരിസിനെ, ഒന്ന് ഈ കമലാ ഹാരിസിനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിക്കാത്ത ഒരാൾ ട്രംപ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ലോകത്തിന്റെ മുന്നിൽ ഇത്രമേൽ വല്ലാത്തൊരവസ്ഥയിൽ, കാരണം പരസ്യമായി ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് പോപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. അത് സ്വാമിജി, അത് യഥാർത്ഥത്തിൽ ട്രംപിനോട് മാത്രമല്ല, ഭിന്നതയുടെ മനുഷ്യ കുലത്തെ വിഭജിക്കുന്ന എല്ലാവരുടെയും പ്രതീകമായാണ് അവിടെ ട്രംപിനെ പാപ്പ വിമർശിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. അബുദാബിയിൽ അദ്ദേഹത്തിന്റെ വിസിറ്റ് എന്തൊരു ഇതായിരുന്നു. അറബ് സമൂഹവുമായിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം മതവും ക്രിസ്തു മതവും, മതങ്ങളുടെ സമന്വയത്തെ കുറിച്ച് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകള് ഗുരുദേവന്റെ, ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം അവിടെ കൊടുത്ത സമയത്ത് അതിനെ സ്വീകരിച്ചിട്ടുള്ളത്, അദ്ദേഹം നമുക്ക് തോന്നുന്നത് അത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പോപ്പാണ്. ഫുട്ബോളിന്റെയും വിപ്ലവത്തിന്റെയും അതിന്റെയൊക്കെ ഒരു ചേരുവ അത് അദ്ദേഹത്തിൽ ഉണ്ടത്. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ല മനുഷ്യരെ അദ്ദേഹം കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. അവർ മതമുള്ളവരല്ല. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ നമ്മുടെ ലൈംഗികത, പാപത്തിന്റെ സന്തതി എന്ന് പറയുന്നിടത്ത് അദ്ദേഹം അതിനെ പൊളിച്ചെഴുതുന്നുണ്ട്. അതിനെ ഒരു ഡിവൈൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം തന്നെ എല്ലാ കാര്യത്തിലും അതുപോലെ കുംഭസാരത്തിന്റെ കാര്യത്തില്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹിതരായിട്ട് പള്ളിയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, പുരോഹിതന്മാരോട് അവരെ ആശീർവദിക്കണം എന്ന് പറയുന്നത് എന്തെന്ത് വിപ്ലവാത്മകമായിട്ടുള്ള, നമുക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയുടെ മുന്നിൽ, ഇനിയുള്ള പോപ്പിന്റെ മുന്നിൽ വലിയ ചാലഞ്ച് ഉണ്ട്. കാരണം ഈ കത്തോലിക്ക സഭയ്ക്ക് തന്നെ വലിയൊരു അംഗീകാരവും മതത്തിന് തന്നെ, മതങ്ങളോട് ആളുകൾക്ക് ഈർഷ്യ ഉണ്ടായിരുന്നതിനെ മുഴുവൻ പോപ്പിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ആ പേര് പോലെ തന്നെ അദ്ദേഹം എന്തിനാണോ ആ പേര് തെരഞ്ഞെടുത്ത് അതിനെ അന്വർത്ഥമാക്കി. അസീസിയിലെ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിനെതിരെ പോരാടിയ സിമ്പിൾ ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഗാന്ധിജി നടത്തിയതുപോലെ അതിനപ്പുറത്തേക്ക്, കാരണം അങ്ങേയറ്റം സംഘർഷ ഭൂമികയിലേക്ക് സമാധാനത്തിന്റെ ദൂതനായിട്ട്, യേശുദേവനെ പോലെ തന്നെ, യേശുദേവന്റെ പ്രതിരൂപമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ലോകത്തിന്റെ നഷ്ടം എന്ന് പറയണം. കാരണം ലോകം ഇങ്ങനെയുള്ള ആളുകളിൽ അഭയം കണ്ടിരുന്നു. ലോകം ഒരു സമയത്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതേ സമയത്ത് ഒരു അഭയമായിട്ട്, ഒരു അത്താണിയായിട്ട് ഒക്കെ ഉള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായും സ്വാമിജി. ശ്രീ ഷാജി ജോസഫ്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഷാജി ജോസഫ്, അതായത് നിരവധി ഇത്തരത്തിൽ അന്തർദേശീയവും ദേശീയവുമായ വാർത്തകളൊക്കെ ശേഖരിക്കുകയും ചെയ്ത ആ അനുഭവ പശ്ചാത്തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നോക്കൂ, വത്തിക്കാനിലെ ആ ചത്തുരത്തിൽ, കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ ആ വത്തിക്കാനിലെ ചത്തുരത്തിൽ കേവലം ഒരു മതവിശ്വാസത്തിൻ്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞു മാത്രം പോകുന്ന ഒരു പാപ്പയല്ലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഇത്തരത്തിൽ
അരികുവൽക്കരിക്കപ്പെട്ടവരെ, യാഥാസ്ഥിതികതയുടെ ഉരുണ്ടുപോക്കിൽ തെറിച്ചുപോയ മനുഷ്യരെ, ഇവരെ ഒക്കെ ചേർത്ത് പിടിച്ചു. എന്താണ്, ഭിന്ന ലൈംഗികതയുള്ളവരെ, മാത്രമല്ല സ്ത്രീകളുടെ കാൽ കഴുകി ചുംബിക്കണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. അങ്ങനെ അങ്ങ് സ്നേഹത്തിൻ്റെ ആ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പുഷ്പിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഈ സുവിശേഷങ്ങളുടെ അത്തരം വശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന ഒരു വലിയ നേട്ടം കൂടി കത്തോലിക്ക സഭയെ സംബന്ധിച്ചും അദ്ദേഹത്തെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ വിപ്ലവകരമായ മാറ്റങ്ങളുടെ, മനുഷ്യപക്ഷങ്ങളുടെ വശത്തെ സഭ എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്? എന്നാൽ മാത്രമേ ഈ പാപ്പ പുനർജനിക്കുകയുള്ളൂ. ഇനി അടുത്ത പാപ്പയിലേക്കും ഇത്തരം പുരോഗതിയുടെ ഒരു സന്ദേശം എത്തുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് ആ സഭ ഈ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത്? അങ്ങനെ കൂടി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഷാജി ജോസഫ്. ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ബ്രൂട്ടസിന്റെ മരണശേഷം മാർക്ക് ആന്റണി അവസാനം പറയുന്ന ഒരു പ്രസംഗത്തിലെ ഒരു വാചകമാണ്. ഹിയർ വാസ് എ മാൻ വെൻ കംസ് അനദർ. ഈ പോപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹിയർ വാസ് എ റവല്യൂഷണറി പോപ്പ് വെൻ കംസ് അനദർ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അദ്ദേഹത്തിനുള്ള എൻ്റെ ട്രിബ്യൂട്ട്. ഇത് ഞാൻ പറയാൻ കാരണം തീർച്ചയായും ശ്രീ ഷാജി ജോസഫ്, താങ്കൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. മാർക്ക് ആൻ്റണിയുടെ വാക്കുകൾ പറഞ്ഞെടുത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് എത്തിയില്ല. എന്തോ നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി താങ്കൾ ആവർത്തിച്ചാൽ. ഹലോ, ഇപ്പോൾ കേൾക്കാം. ഹലോ, ഞാൻ പറഞ്ഞത് മാർക്ക് ആന്റണി ബ്രൂട്ടസിന് കൊടുത്ത അവസാനത്തെ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹിയർ വാസ് എ മാൻ വെൻ കംസ് അനദർ. ഇവിടെ ഫ്രാൻസിസിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹിയർ വാസ് എ റെവല്യൂഷണറി പോപ്പ് വെൻ കംസ് അനദർ. ഇത് ഞാൻ പറയാൻ കാരണം കാലഘട്ടങ്ങളായി നാം പിന്നോട്ട് നോക്കിയാൽ കത്തോലിക്ക സഭയുടെ യാഥാസ്ഥിക മുഖത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, വത്തിക്കാനിൽ നിന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സഭ മാറണം, സഭയുടെ ചിന്താഗതികൾ മാറണം, അശരണർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി ആരോടും ഒരു കോംപ്രമൈസും ചെയ്യാതെ പാഠമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയത്, സഭാവിശ്വാസികൾക്ക് നൽകിയത്. നമ്മൾ ഓർക്കണം, നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം പല കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തിയിലും പോപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം അദ്ദേഹം നമ്മുടെ മുൻപിൽ പ്രകടിപ്പിച്ചത് സഭ സമയത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച് മാറിയെങ്കിൽ മാത്രമേ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിശ്വാസ സംഹിതകളിലേക്ക് വിശ്വാസികളെ മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിൽക്കുന്ന മറ്റു മതസ്ഥരെയും ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച പോപ്പാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പയുടെ ധൈര്യമുള്ള മുഖത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എനിക്ക് തെറ്റ് പറ്റിയെന്ന് ലോകത്തോട് പുറത്തു നിൽക്കുന്ന മറ്റു മതസ്ഥരെയും ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച പോപ്പാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പയുടെ ധൈര്യമുള്ള മുഖത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എനിക്ക് തെറ്റ് പറ്റിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നം അദ്ദേഹം കണ്ടിരുന്നില്ല. കത്തോലിക്ക സഭയിൽ തെറ്റുകളെ പറയാൻ പഠിപ്പിക്കുന്ന പോലെ മേയാ കുൾപ്പ, മേയാ കുൾപ്പ, മേയാ മാക്സിമ കുൾപ്പ എന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ താൻ എടുത്ത ചില നടപടികളിൽ ചില വീഴ്ചകൾ ഉണ്ടായപ്പോൾ അതെനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് ലോകത്തോട് തുറന്നു പറയാനുള്ള മനോധൈര്യം കാണിച്ച ഈ പോപ്പിനോട് ഈ സഭ എന്നേക്കുമായി കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ സഭയുടെ
പുതിയ മുഖത്തിനായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകനായിരുന്ന ഈ പോപ്പ് വത്തിക്കനിൽ ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന, സഭയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഓരോ നീക്കങ്ങളും ജനഹൃദയങ്ങളിലും സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണ രംഗത്തും ഗോളുകൾ മാറി മാറി നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. പരമ്പരാഗത വിശ്വാസത്തിനും അപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ട് യുവതലമുറയെ ആകർഷിക്കുവാനും വിശ്വാസ സൂക്തങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും അകലുന്ന സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ച് കുരിശിന്റെ വഴിയിലേക്ക്, വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പാപ്പ നടത്തിയ നീക്കങ്ങൾ ആണ് ഇന്ന് പാപ്പയുടെ മരണത്തിൽ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് യുവജനങ്ങളും പുതിയ തലമുറയും സ്തംഭിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ക്രിസ്ത്യൻ വിശ്വാസികളാണെങ്കിലും ക്രിസ്തു മതത്തെ തീർച്ചയായും. ഷാജി ജോസഫ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ ഷാജി ജോസഫ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ മനോജ് ജോർജ്, നോക്കൂ, ഇവിടെ ഷാജി ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ അർജന്റീനിയൻ ഫുട്ബോളിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ആ ലാറ്റിൻ അമേരിക്കയുടെ മുഴുവൻ സൗന്ദര്യവും അദ്ദേഹം ആവാഹിച്ചു. മതാതീതമായ ആത്മീയതയുടെ വക്താവ് ആയി നിലകൊണ്ട് തന്നെ അദ്ദേഹം സുവിശേഷത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സുവിശേഷത്തിൻ്റെ അത്തരം വശങ്ങളെ അദ്ദേഹത്തിന് പ്രകീർത്തിക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഫ്രാൻസിസ് പാപ്പയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്താണ്? അതൊന്ന് പങ്കുവെക്കൂ. തീർച്ചയായും. ലോകം മുഴുവൻ അതീവ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നൊരു സമയമാണിത്. എങ്കിലും എനിക്ക് മാർപ്പാപ്പയുമായി കുറച്ച് സമയം ചെലവിടാൻ സാധിച്ച ചില നിമിഷങ്ങൾ നിങ്ങളായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും ഫാദർ പോൾ പുവിത്തുങ്കൽ അച്ഛനും ചേർന്ന് ഒരു സോങ്, സർവേശ എന്നൊരു സോങ് സംസ്കൃതത്തിൽ, അതായത് ആ പാട്ട് ലോർഡ്സ് പ്രയറാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളൊരു പ്രാർത്ഥന സംസ്കൃതത്തിൽ ഞങ്ങളൊരു പാട്ടാക്കി. അത് പ്രൊഫസർ PC ദേവസ്യ ക്രിസ്തു ഭാഗവതം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അത് ഞങ്ങൾ സംഗീതം നൽകി. അത് 100 അച്ഛന്മാരും 100 കന്യാസ്ത്രീകളും ചേർന്ന് പാടി. അതിനുശേഷം ഞങ്ങൾ അമേരിക്കയിൽ പോയി അവിടെ ലോസ് ആഞ്ചലസ് ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനുണ്ടായിരുന്നു, പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ. അദ്ദേഹം അതിൽ 2 വരി പാടി, ഒരു ഗുരു എന്നുള്ള സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട്. അതിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മ്യൂസീഷ്യൻസ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഒരു സോങ്. അപ്പൊ ആ സോങ് പൂർത്തിയായതിനു ശേഷം ഇനി ഇത് ആരെക്കൊണ്ട് ഇത് ബ്ലസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആരെക്കൊണ്ട് ഇത് റിലീസ് ചെയ്യിപ്പിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മാർപ്പാപ്പയിൽ എത്താനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ നമുക്കൊരു കുറച്ച് സമയം വളരെ സ്ട്രഗിളായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട്. ഒരു പ്രൈവറ്റ് ഓഡിയൻസ് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ മാർപ്പാപ്പയെ കാണുന്ന ആ ഒരു സമയം, എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു വളരെ ഒരു ഡിവൈൻ ഒരു ഫീലാണ് അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയത്. അപ്പൊ ഞങ്ങൾ ഈ സോങ്ങിന്റെ ഒരു പോസ്റ്റർ കയ്യിലെടുത്തിരുന്നു. അപ്പൊ അതിൽ സൈൻ ചെയ്യിപ്പിക്കുക, അത് ബ്ലസ് ചെയ്യിപ്പിക്കുക, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 പേരും ചേർന്ന് മാർപ്പാപ്പനെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, പാപ്പ ഇത് ലോർഡ്സ് പ്രയറാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥന സംസ്കൃതത്തിൽ, അത് ഏറ്റവും ഇന്ത്യയിലത്തെ ഒരു സൗത്ത് ഏഷ്യനിലൊക്കെ ഏറ്റവും പുരാതനമായ ഒരു ഭാഷയാണ് സംസ്കൃതം. ആ ഭാഷയിൽ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. അദ്ദേഹം പ്ലീസ് ബ്ലസ് ദിസ് ആൻഡ് വി വുഡ് ലൈക്ക് യു ടു റിലീസ് ചെയ്യണം എന്ന് പാപ്പയോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അത് അദ്ദേഹം ഇത് നോക്കി, അത് കണ്ടു. ഫ്രം കേരള, അതേ കേരളത്തിലത്തെ അച്ഛന്മാരെല്ലാം ചേർന്നിട്ടാണ് അത് പാടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോ തന്നെ. അപ്പൊ ആ ഒരു ചിരി, നമ്മളൊക്കെ ഒരു വേറൊരു
ലോകത്തിലേക്ക് കൊണ്ടുപോകും. ആ തരത്തിലുള്ള ഒരു ഡിവൈൻ സ്മൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അതിനുശേഷം ഞാൻ പേന കൊടുത്തു അദ്ദേഹത്തെ, അത് ഇവിടെ ഒപ്പിടണം, അപ്പൊ അത് ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് ആ സ്ഥലം കാട്ടി കൊടുത്തു. അപ്പൊ അവിടെ ഞാൻ കാണുന്നത് പാപ്പ പേന മേടിച്ചിട്ട് അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒപ്പിടുന്നത് പോലെ തോന്നിക്കും വിധത്തിൽ അദ്ദേഹം അവിടെ ഇങ്ങനെ കാണിച്ച്, എന്നിട്ട് ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ പേനയെടുത്ത്, ഞാൻ സ്ഥലം ഇവിടെയാണ് പാപ്പ ഒപ്പിടണ്ടേ, അത് കാണിച്ചു കൊടുത്ത് അദ്ദേഹം അവിടെ ഒപ്പിട്ടു. അതിനുശേഷം ഞങ്ങളെ ബ്ലസ് ചെയ്തു, ഈ പാട്ടിനെ ബ്ലസ് ചെയ്തു, ഞങ്ങള് കൈ കൊടുത്തു, ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം എനിക്ക് തോന്നിയത് പാപ്പയുടെ ആ ഒരു സിംപ്ലിസിറ്റിയാണ്. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു വാക്യമുണ്ട്. അപ്പൊ അത് അനുവർത്തിക്കും വിധം പാപ്പ വളരെ കുട്ടികളെ പോലെ, അതായത് ഇത്രയും പരമോന്നത അധികാരത്തിൽ അതിലിരിക്കുമ്പോഴും അദ്ദേഹം ആ ഒരു സിംപ്ലിസിറ്റി വിടാതെ, അത് ആ ഒരു സമയത്ത് പോലും അദ്ദേഹം അത് കാണിക്കുകയാണ്. അപ്പോ എനിക്ക് ഒത്തിരിയേറെ ഒരു സങ്കടമുണ്ട്. കാരണം മാർപ്പാപ്പ കുറച്ചു നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷം വന്നു. ഓക്കെ, മാർപ്പാപ്പ ഈസ് ബാക്ക് ടു ഹിസ് ലൈഫ്. പക്ഷെ ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ അത്യന്തം, തീർച്ചയായിട്ടും അത് താങ്കളെ മാത്രമല്ല എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ടായിട്ട് ആ സംസ്കൃതത്തിലെ 4 വരി ഈ ഘട്ടത്തിലൊന്ന് പറയാമോ? ഞാൻ 4 വരി പാടാം. അസ്മാകം താതാ സർവേശ സ്വർഗലോകമധീഷ്ഠിത പൂജ്യതാം ഭവതോ നാമ രാജ്യമായാതുതാവകം. ഇതായിരുന്നു ആ ഒരു സോങ്ങിന്റെ 4 വരി. തീർച്ചയായും ശ്രീ ഷൈജു ആന്റണി, നമ്മൾ സ്വർഗസ്ഥനായ പിതാവെന്ന് മലയാളത്തിൽ ആ കേൾക്കുന്നതിനേക്കാളും ഹൃദ്യമായി തോന്നിയല്ലേ സംസ്കൃതത്തിൽ അത് കേട്ടപ്പോൾ? ഈ പാപ്പ ഈ ഒപ്പിടുന്നതെന്ന് കാണിച്ച ആ കുസൃതി, അത് നിഷ്കളങ്കമായ ശിശുവിൻ്റെ കുസൃതി, അദ്ദേഹത്തിൻ്റെ അത്തരം നിഷ്കളങ്കമായ ഭാവങ്ങൾ നിരവധി ഘട്ടങ്ങളിൽ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഷൈജു ആന്റണിയിലേക്ക് എത്താം. ശ്രീ ബസേലിയോസ് മാർ കാതോലിക്ക ബാവയിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ കാതോലിക്ക ബാവ, നോക്കൂ, ഇങ്ങനെ പുരോഗമന ആശയത്തെ, ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ മൂല്യങ്ങൾക്കെതിരെ പക്ഷത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളവരെ എല്ലാം ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചാർലി ചാപ്ലിനായാലും അങ്ങനെ ഏത് വ്യക്തിത്വമായാലും. പാപ്പായെയും ഫ്രാൻസിസ് പാപ്പായെയും അങ്ങനെ ആക്ഷേപിക്കാനും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയും അതുമായി ബന്ധപ്പെട്ട ഭരണകൂടവും ശ്രമിച്ചിരുന്നു. പക്ഷേ അവരോടൊക്കെ അഭയാർത്ഥികൾക്ക് വേണ്ടിയും അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും സംസാരിച്ചു. പുരോഗമനത്തിൻ്റെ പാതയിൽ അദ്ദേഹം സഞ്ചരിച്ചു. ആ പുരോഗമനത പൗരോഹിത്യത്തെ അല്ല, മറിച്ച് മനുഷ്യ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നതായിരുന്നു, പ്രഘോഷിക്കുന്നതായിരുന്നു. അല്ലേ? പാപ്പ എപ്പോഴും അങ്ങനെ മനുഷ്യപക്ഷത്തിൻ്റെ സൗന്ദര്യത്തെ അല്ലേ അടയാളപ്പെടുത്തിയത്? മാർ ബസേലിയോസ്, ലോകത്തിനുണ്ടാകുന്ന മാറ്റം വളരെ വളരെ വേഗതയുള്ളതാണ്. അത് എല്ലാവരെയും പോലെ തിരിച്ചറിഞ്ഞ മാർപ്പാപ്പയാണ്. ചേഞ്ച് ഈസ് ദ ഓൺലി റിയാലിറ്റി. മാറ്റമാണ് സ്ഥായിയായി നിൽക്കുന്ന യാഥാർത്ഥ്യം എന്നത് പിതാവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാറി വരുന്നിടത്ത് മാറാതെ ഇരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പിതാവ് സംസാരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വൈകാരികതയ്ക്ക് അടിമപ്പെട്ടുള്ള ഒരു ജീവിത സമീപനമല്ല, സ്ഥായിയായ മനുഷ്യത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവികത മനുഷ്യഭാവവുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പിതാവ് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും അടുപ്പം കാണിക്കുവാനും ഒരു മതവ്യത്യാസമില്ലാതെയും മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെയും ധനികനും ദരിദ്രനും എന്ന വ്യത്യാസമില്ലാതെയും സകല മനുഷ്യരെയും സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ മാർപ്പാപ്പായെ പ്രാപ്തനാക്കിയ ആത്മീയത. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ഇപ്രകാരമുള്ള ഉറച്ച ബോധ്യം, വിശ്വാസം, സമീപനം
ഫ്രാൻസിസ് പാപ്പായെ എപ്പോഴും വ്യത്യസ്തനാക്കിയിട്ടുണ്ട്. എ ഫ്രണ്ട് ഓഫ് ഓൾ, എല്ലാവർക്കും ഒരു സുഹൃത്തും സമീപസ്ഥനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നിൽക്കുക. തീർച്ചയായും അങ്ങനെയാണ് ശ്രീ ഷൈജു ആൻ്റണി. അതായത് ഈ ഫ്രത്തേത്തി തൂത്തി, ഏവരും സഹോദരർ എന്നാണ് അദ്ദേഹം പലപ്പോഴും അടയാളപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഫ്രത്തേത്തെ തൂത്തി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വശം. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് പൗലോസ് മാർ പൗലോസ്, ഇപ്പോൾ നമ്മുടെ ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഒക്കെ വക്താക്കൾ ലോകത്തോട് അങ്ങനെ സംവദിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, പൗലോസ് മാർ പൗലോസ് പറഞ്ഞത് ഈ സ്നേഹത്തിൻ്റെ പൂവ് ഭരണാധികാരികൾ ദർശിക്കണം. ഇവിടെ സ്നേഹം എന്നത് മൃദുവായൊരു വികാരമല്ല, അത് ഉള്ളവനിൽ നിന്നില്ലാത്തവനിലേക്ക് പിടിച്ചു കൊടുക്കുന്ന പോരാട്ടത്തിൻ്റെ ശബ്ദമാണെന്നൊക്കെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സുവിശേഷവുമായി ചേർത്ത് അതിൻ്റെ മനുഷ്യവശം, ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം, അനീതിയുടെ ഭരണകൂടങ്ങൾക്കെതിരായ ശബ്ദം, ഇതൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കണ്ടു. പക്ഷേ ആ പാപ്പ വിടവാങ്ങി. പക്ഷെ പാപ്പ പുനർജനിക്കണം. അങ്ങനെ പുനർജനിക്കണമെങ്കിൽ സഭ എന്ന ആ വലിയ സിസ്റ്റം എത്ര കണ്ട് പാപ്പയുടെ ഈ തരംഗങ്ങളെ ആവാഹിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ട്. അതിലേക്ക് നീങ്ങണം. എന്നാൽ മാത്രമേ പാപ്പ ആത്യന്തികമായ ഒരു വിജയമായി സംവദിക്കൂ, അല്ലേ ഷൈജു ആൻ്റണി? ഒരു കാര്യം ഞാൻ പറയാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നിട്ട് ഏകദേശം 60 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മുഴുവൻ ചൈതന്യവും സഭയിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സഭയിലില്ല. ഇപ്പോഴും ഞങ്ങളൊക്കെ അതിനുവേണ്ടി പോരാടുന്ന ആളുകളാണ്. പാപ്പ മരിക്കുന്നതിന് മുമ്പ് സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന് പറയുന്ന ഒരു സിനഡ് നടത്തി. ആ സിനഡ് നടത്തിയതിൻ്റെ ഫൈനൽ ഡോക്യുമെൻറ്റിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞതിനേക്കാൾ എത്രയോ പുരോഗമനാത്മകമായ ആശയങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ ആശയങ്ങൾ സഭ ഉൾക്കൊള്ളാനായിട്ട് എത്ര കാലം, എത്ര ദശാബ്ദങ്ങൾ കാത്തിരിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ മാർപ്പാപ്പ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ പലപ്പോഴും കാണിച്ചേക്കുന്നത്. നോക്കൂ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ മാർപ്പാപ്പ ആദ്യം ചെയ്തത് വത്തിക്കാൻ്റെ കൂരിയുടെ അകത്ത് ഒരു സ്ത്രീയെ വയ്ക്കലാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഇന്ന് ലോകത്ത് ഏത് രൂപതയിൽ കൂരിയുടെ അകത്തൊരു സ്ത്രീ ഉണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വത്തിക്കാൻ്റെ കൂരിയുടെ അകത്തൊരു സ്ത്രീയെ വെച്ചിരിക്കുന്നു. സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന് പറയുന്ന ഒരു സിനഡ് നടത്തുന്നതിൻ്റെ അണ്ടർ സെക്രട്ടറിയായി, സർവ്വ ചുമതലയുമുള്ള അണ്ടർ സെക്രട്ടറിയായി നതാലിയ ബൊക്കാട്ട് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ വോട്ടവകാശമുള്ള അണ്ടർ സെക്രട്ടറിയായി മാർപ്പാപ്പ നിയമിച്ചു. ഇന്ന് വത്തിക്കാനിലുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെ അധ്യക്ഷ ഒരു കന്യാസ്ത്രീയാണ്, ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സിനഡ് ഓൺ സിനഡാലിറ്റി നടന്ന സമയത്ത് ഗ്രൂപ്പുകളായി തിരിച്ചപ്പോൾ അതിനകത്തൊരു ഗ്രൂപ്പ് മെമ്പറായിട്ട് മാർപ്പാപ്പ ഇരുന്ന് ചർച്ച ചെയ്തു, ഒരു ഗ്രൂപ്പ് മെമ്പറായിട്ട്. അപ്പോൾ താൻ എന്താണ് പറയുന്നത്, ആ പറയുന്ന കാര്യം എങ്ങനെയാണ് തനിക്ക് ലോകത്തോട് പറയാൻ കഴിയുക, അത് പറയാൻ കഴിയുക, കുറേ കൂടി ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുക അത് ചെയ്തുകൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ഇറങ്ങിത്തിരിച്ച മുഴുവൻ മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ആ കയ്യൊപ്പ് നമുക്ക് കാണാതിരുന്നുകൂടാ. ഇന്ന് നമ്മൾ പഴയ കാലത്തെ കോളനിവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാർപ്പാപ്പ ഓടി നടന്ന് മാപ്പ് പറഞ്ഞത് ആദിവാസികൾക്ക് വേണ്ടിയാണ്. കോളനിവൽക്കരണ കാലത്ത് ആദിവാസികൾക്കെതിരെ സഭ നടത്തിയ ക്രൂരതകൾക്ക് വേണ്ടി മാർപ്പാപ്പ ബൊളീവിയയിൽ 2015 മറ്റോ ബൊളീവിയയിൽ പോയി മാപ്പ് പറഞ്ഞു. 2022 അവസാനം കാനഡയിൽ പോയി മാപ്പ് പറഞ്ഞു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ചെന്ന് മാപ്പ് പറയുകയും അവിടുത്തെ ആദിവാസികളുടെ ഭൂമി ചുംബിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാവുകയൊക്കെ ചെയ്തയാളാണ്. എവിടെയാണ് ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴിയായിട്ട് സുവിശേഷത്തിൽ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പരദേശിയായ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിൽ മാർപ്പാപ്പ ഒരിടത്തും ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് നിങ്ങളുടെ അതിരുകൾ തുറന്നിടണം, പരദേശികളായി കടന്നു വരുന്നവരെ നിങ്ങൾ സ്വീകരിക്കണം, അവരുടെ മതം നോക്കരുത്, അവരുടെ ചിന്താഗതികൾ നോക്കരുത്, അവരെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം യു ആർ എ ക്രിസ്ത്യൻ കൺട്രി. അത് ക്രിസ്തു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ധൈര്യപൂർവ്വം ധീരതയോടെ പറയാൻ കെൽപ്പുള്ളയാളായിരുന്നു മാർപ്പാപ്പ.
അതുകൊണ്ടാണ് ട്രംപ് ഈ അഭയാർത്ഥികളെ പുറത്തേക്ക് വിട്ടപ്പോൾ അത് പാടില്ല എന്ന് ഉറക്കം നിന്ന് പറയാൻ കാരണം അത് സുവിശേഷ മൂല്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷകനായതുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് പറയുന്നു. അപ്പം അങ്ങനെ എവിടെയെല്ലാം മാർപ്പാപ്പ ഇടപെട്ടോ, എവിടെയെല്ലാം മാർപ്പാപ്പ സഞ്ചരിച്ചോ, എവിടെയെല്ലാം മാർപ്പാപ്പ ആരെല്ലാമായി കൂട്ടിമുട്ടിയോ, ആ കൂട്ടിമുട്ടിയ ഇടങ്ങളിൽ മുഴുവനും നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം. അതായത് ഈ സിവിൽ ലോ ഇത്ര അതിശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് കത്തോലിക്ക സഭയിൽ ഒരു ഡൈവോഴ്സ് നടന്നാൽ സഭയ്ക്കകത്ത് നിന്ന് ഒരു അനൗൾമെൻറ്റ് വാങ്ങണം. വാങ്ങിയില്ലെങ്കിൽ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. മാർപ്പാപ്പ ഒഴിവ് കൊടുത്തു. സിവിൽ നിയമപ്രകാരം വിവാഹം കഴിച്ചതാണ്, ഇപ്പോൾ സഭയിൽ നിന്ന് അനൗൾമെൻറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യാം എന്ന് പറഞ്ഞു. ജോ ബൈഡൻ കത്തോലിക്ക സഭയുടെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് വിരുദ്ധമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്ത സമയത്ത് അമേരിക്കയിലെ മുഴുവൻ ബിഷപ്പുമാരും ജോ ബൈഡനിന് പരസ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൂടാ. കാരണം കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി ജോ ബൈഡൻ സംസാരിച്ചു, അല്ലെങ്കിൽ നിലപാടെടുക്കുന്നു, അതുകൊണ്ട് അത് സ്വീകരിച്ചുകൂടാ എന്ന നിലപാടെടുത്തു. എന്നാൽ ജോ ബൈഡൻ മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, യു ആർ എ കാത്തലിക്, ഹൂ ആം ഐ ടു ഡിനൈ യു എന്നാണ് മാർപ്പാപ്പ ചോദിച്ചത്. മാർപ്പാപ്പയ്ക്ക് ഒഴിവ് കൊടുത്തു. മാർപ്പാപ്പ ജോ ബൈഡന് ഒഴിവ് കൊടുത്തു. അങ്ങനെ എവിടെയെല്ലാം ആരെയെല്ലാം കണ്ടോ അവിടെയെല്ലാം താൻ ക്രിസ്തുവാണ് എന്ന് പറയത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് ലോകത്തിന് ഇന്ന് ആവശ്യം എന്ന് പറയാൻ തക്ക വിധത്തിൽ തൻ്റെ ഇടപെടലുകൾ, അതിശക്തമായ ഇടപെടലുകൾ നടത്താൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. തീർച്ചയായും അത് ഇന്ന സ്ഥലമെന്നില്ല, അത് സുവ്യക്തമാണ്. ശ്രീ ഷാജി ജോസഫ്, അത് സുവ്യക്തമാണ്. എപ്പോഴും അദ്ദേഹം ക്രിസ്തുവാണെന്ന് ഓർമ്മിപ്പിച്ചു. കല്ലെറിയുന്ന വേളയിൽ ക്രിസ്തു പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെയാണ്, നിന്നെ വിധിക്കാൻ ഞാൻ ആരാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഒരു അഭിനവ ക്രിസ്തുവായി അദ്ദേഹം പുനർജനിക്കുകയാണ്. പക്ഷേ അത് അവിടെ നിന്നുകൂടാ, അത് തുടരണം. ഇവിടെ ശ്രീ ഷൈജു ആന്റണി സൂചിപ്പിച്ചതുപോലെ അത്തരം തുടർച്ചകൾക്ക് വിഘാതമാകുന്ന പല ഘടകങ്ങളുമുണ്ട്. അത് എല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ അതിലംഘിച്ച് മുമ്പോട്ട് പോകാൻ ഇത്തരം പാപ്പാമാർ ഒരു ഊർജ്ജമായി മാറണം, അല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ മരിച്ചാലും പുനർജനിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാ മേലധ്യക്ഷന്മാർക്കും സഭാ നേതൃത്വത്തിനും വേണ്ടി തുറന്നിട്ട വഴി എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ വഴിയാണ്. അതിന്റെ കാരണം യാഥാസ്ഥിക സ്വഭാവത്തിൽ നിന്ന് മാറി സഭയെ കാലഘട്ടത്തിനും സഭയുടെ ജനങ്ങൾക്കും അവരെയും ആകർഷിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകാവുന്ന വിശ്വാസത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള, വിശാല മനസ്സുള്ള നേതൃത്വമായിരിക്കണം സഭയുടേത് എന്ന് സഭാ മേലധ്യക്ഷന്മാരെ പഠിപ്പിച്ച ഒരു മാർപ്പാപ്പയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ പദവിയിലേക്ക് എത്തിയ ശേഷം എടുത്തുകൊണ്ടിരുന്ന ഓരോ സ്റ്റെപ്പുകളും, ഓരോ നടപടികളും സഭയുടെ ഉള്ളിലെ നേതൃത്വത്തെ പോലും പലപ്പോഴും വീണ്ടും വിചാരത്തിന് ഇടയാക്കി എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ എനിക്ക് വ്യക്തിപരമായി അറിയാം, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള വൈദികര്, സഭാ മേലധ്യക്ഷന്മാർ പാപ്പ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും സഭയെ അൾട്ടിമേറ്റ്ലി എങ്ങോട്ടെത്തിക്കുമെന്ന് സംശയം പ്രകടിപ്പിച്ചവർ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ ആകുലത പ്രകടിപ്പിച്ചവരുമായ വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും സഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെറ്റുകൾ ഏറ്റുപറയാനുള്ള സധൈര്യം മുന്നോട്ട് വന്ന് അത് ലോകത്തോടും വിശ്വാസ ഗണത്തോടും ഏറ്റുചൊല്ലുവാനുള്ള, അവർക്ക് മുൻപിൽ പറയുവാനുള്ള ധൈര്യം കണ്ടപ്പോൾ പിതാവിന്റെ, മാർപ്പാപ്പയുടെ ലക്ഷ്യം ദൈവരാജ്യം
ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? ദൈവത്തിലേക്ക് ദൈവജനം അടുക്കുക എന്നതിനും അപ്പുറം ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായ വൈദിക മേലധ്യക്ഷന്മാർ, സഭാ നേതൃത്വം ജനങ്ങളിലേക്ക് ദ ലാസ്റ്റ് മാൻ ഇൻ ദ റോ, ഏറ്റവും പുറകിൽ നിൽക്കുന്നവനും ഈ സഭയെയും ഈ സമൂഹത്തെയുമാണ് സേവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കിടയിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാ നേതൃത്വത്തെ പഠിപ്പിച്ചതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നിട്ട വഴികളിലൂടെ അല്ലാതെ യാഥാസ്ഥിക സ്വഭാവവും മനസ്സും വെച്ചുകൊണ്ട് ലോകത്തിലെ കത്തോലിക്ക സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾ ഓർക്കണം, കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതര ക്രിസ്ത്യൻ സഭകളുമായി മറ്റ് റിലീജിയസ് ആയിട്ടുള്ള ആളുകളുമായി മാർപ്പാപ്പ നടത്തിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന വിമോചന ദൈവശാസ്ത്രം, ലിബറേഷൻ തിയോളജി, അത് പൂർണ്ണമായും തന്റെ പ്രവർത്തനങ്ങളിൽ ഒരു റവല്യൂഷണറി മേഖലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ താൻ സാംശീകരിച്ച വിചാരങ്ങളും പാഠങ്ങളും പേപ്പസിയിലൂടെ മാർപ്പാപ്പയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് താൻ നയിക്കുന്ന ദൈവജനത്തിനും തന്നോടൊപ്പം ദൈവജനത്തെ നയിക്കുവാനായി കൂടെ നിൽക്കുന്ന സഭാശ്രേഷ്ഠന്മാർക്കും പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മാർപ്പാപ്പ പിറകോട്ട് പോയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു വിപ്ലവകാരി എന്ന് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുമ്പോഴും സഭയുടെ സനാതനമായ തത്തുല്യമായ മൂല്യത്തിൽ നിന്ന്, സുവിശേഷ സത്യങ്ങളിൽ നിന്ന് ആണവിട മാറി നിന്നുകൊണ്ട് സഭയ്ക്ക് ഒരു പുതിയ മുഖം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതും ഈ മാർപ്പാപ്പയെ മറ്റു മാർപ്പാപ്പകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായും. ശ്രീ ക്ലിമിസ് കാതോലിക്ക ബാവ, ഈ ചടങ്ങുകൾ ഇനി എന്തൊക്കെയാണ്? കാരണം വളരെ ലളിതമായി തന്നെയാണ്, മുൻ കീഴ്വഴക്കങ്ങളൊന്നുമല്ല, വളരെ ലളിതമായി നടത്തണമെന്ന് എല്ലാ ഘട്ടത്തിലും, ജീവിതത്തിലും അതെ, മരണശേഷവും വാശി പിടിച്ച ഒരു വ്യക്തിയാണ്, മരണശേഷമുള്ള ചടങ്ങുകളെ സംബന്ധിച്ചുമൊക്കെ. അപ്പോൾ ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? താങ്കൾ അവിടേക്ക് പോകുന്നുണ്ടോ? ഞാൻ നാളെ രാവിലെ വത്തിക്കാനിലേക്ക് പോകും. അവിടെയുള്ള കബറടക്ക ശുശ്രൂഷയുടെ സമയം തീയതിയും ഒന്നും നിശ്ചയിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും നാളെ പ്രഭാതത്തോടുകൂടി അത് കൃത്യമായ വിവരം ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം അവിടെയുള്ള കബറടക്ക ശുശ്രൂഷ ഒപ്പം മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം സംബന്ധിക്കണം. മലങ്കര സഭയെയും കേരള സഭയെയും പ്രതിനിധാനം ചെയ്ത് അവയെല്ലാം സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ച് നാളെ യാത്ര. താങ്ക് യു. ശ്രീ ഷെജു ആൻ്റണി, നോക്കൂ, ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതർത്ഥത്തിലാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നിട്ട ആ വാതിലിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇനി ആധുനിക സമൂഹവുമായി സംവദിക്കാനാകൂ എന്ന ഷാജി ജോസഫ് മുമ്പോട്ട് വെച്ച വാക്കുകൾ എങ്ങനെയാണ് അൽമായരെ പ്രതിനിധീകരിച്ചുകൊണ്ട് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്? ബൈബിളിലൊരു വാചകമുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നാണ് ബൈബിളിലൊരു വാചകം. ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുകയാണ്, ഞാനാണ് വാതിൽ, ഞാൻ തുറന്നിട്ട വാതിലിലൂടെ കടന്നുപോയാൽ ഈ സഭ രക്ഷ പ്രാപിക്കുമെന്ന് പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നിട്ട വാതിലുകൾക്കകത്ത് കുറേ പ്രത്യേകതകളുള്ളത് ആലോചിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരു കാർഡിനൽ ജിയോവാനി ബെച്ചു എന്ന് പറഞ്ഞൊരു കാർഡിനലുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് വിടും. വത്തിക്കാനിലെ വളരെ പ്രബലനായിരുന്നൊരു കർദിനാളായിരുന്നു കാർഡിനൽ മക്കാരിക്ക്. കാർഡിനൽ മക്കാരിക്ക് ലൈംഗിക ആരോപണം നേരിട്ടപ്പോൾ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിച്ചത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പൊന്തിഫിക്കൽ സീക്രസി എന്ന് പറയുന്ന സഭയുടെ ആ ഒരു നിയമത്തെ പോലും മറികടന്നുകൊണ്ട് ഈ മക്കാരിക്കിനെതിരെയുള്ള കമ്മിറ്റി റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. നിസ്സാര കാര്യമല്ല. വത്തിക്കാൻ ബാങ്കിൻ്റെ അധ്യക്ഷനായിരുന്ന കർദിനാളിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി, ക്രമക്കേട് കാണിച്ചതുകൊണ്ടാണ്.
ക്രമക്കേട് കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇവിടെ കേരളത്തിലും സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ കർദിനാൾ ആലഞ്ചേരിക്കും പുറത്തു പോകേണ്ടി വന്നു. അതെ, ഞാൻ പല പറഞ്ഞു പല വന്നത് മാതൃകയുണ്ട് അല്ലേ? അങ്ങനെ തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നിലപാടുകളെടുക്കാൻ തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നിലപാടുകളെടുക്കാൻ ഒരു മടിയും ഒരു സമയത്തും കാണിക്കാതിരുന്ന ഒരു മാർപ്പാപ്പയാണ്. തീർച്ചയായും ഒരു മടിയും ഒരു സമയത്തും കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. ആ വാതിലുകൾക്കകത്ത് അൽമായർക്ക് സഭയിലുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ച് ഈ സിനഡോൺ സെനഡാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാണ്: തങ്ങളുടെ ബിഷപ്പുമാരാര് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ഹോളി പീപ്പിൾ ഓഫ് ഗോഡിനുണ്ട്. ആലോചിച്ച് നോക്കൂ. അതെ, തങ്ങൾക്ക് ബിഷപ്പുമാരെ പ്രപ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ദൈവജനത്തെ സ്വപ്നം കണ്ട ഒരു മാർപ്പാപ്പയാണ്. അതാണ് തീർച്ചയായും സമയപരിമിതി. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കംപ്ലീറ്റ് ചെയ്യൂ ശ്രീ ഷൈജു. അല്ല, ഞാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരിക്കുമ്പോൾ ഈ അതിരൂപതയിൽ ആര് ബിഷപ്പാകണമെന്ന് പ്രപ്പോസ് ചെയ്യാൻ ഇവിടുത്തെ ദൈവജനത്തിന് സാധിക്കുന്ന ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം വിശാലമായ കാഴ്ചപ്പാടാണ് മാർപ്പാപ്പ ഉണ്ടാക്കിയത്. അത്തരം വിശാലമായ തീർച്ചയായും അത്തരത്തിൽ ക്രിസ്തുവിനൊപ്പം ഹൃദയപക്ഷത്തൊപ്പം സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഈ കാലത്തെ അതിജയിച്ച് മുമ്പോട്ട് പോകാനാകൂ. അതുതന്നെയാണ് കത്തോലിക്ക സഭയടക്കം എല്ലാ സാമുദായിക വിഭാഗങ്ങളും മനസ്സിലാക്കേണ്ടതെന്ന വലിയ സന്ദേശം കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയാണ് വിടവാങ്ങുന്നത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.